ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താലും നെക്സ്റ്റ് ഡേ ഹീറോയിൻ തിരികെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞു. ജുൻ വന്നതും എന്താടാ നീ കേസ് നടത്താതിരുത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണെന്ന് ഹീറോ പറയും. ഹീറോയിനും സത്യം പറയാനായിട്ട് വന്നാല് ഹീറോ പറയാനേ വിടുന്നില്ല. അയാള് നല്ലൊരു പേഴ്സൺ അല്ല, അതുകൊണ്ട് കേസ് എടുത്തില്ലെന്ന് പറയും. ഇത് കേട്ട് ജുന്നിന് ദേഷ്യം വരുന്നുണ്ട്. നീയും നിന്റെ ഒരു ആറ്റിറ്റ്യൂഡും, ഞാൻ സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചോളാം, നീ പറഞ്ഞില്ലെങ്കിൽ സാരമില്ല പോടെ എന്ന് പറഞ്ഞിട്ട് ജുന്നും പിണങ്ങിപ്പോയി. സോറി ബോസ്, ഞാൻ കാരണമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിനും ശോകത്തിലാകുന്നുണ്ട്. അതൊക്കെ വിട്, ഇന്ന് ഡിന്നർ എന്റെ വകയാണ്, നമുക്ക് ഒന്നിച്ച് കഴിക്കാൻ നീ വരണമെന്ന് അവൻ വിളിക്കുവാണ്. കറക്റ്റ് ആയിട്ട് ഹീറോയിന്റെ ഫ്രണ്ട് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വന്നതല്ലേ, ഞാൻ നിനക്ക് ട്രീറ്റ് തരാം വാ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. സോറി ബോസ്, എനിക്കിന്ന് വരാൻ പറ്റില്ല, എന്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് പോകണമെന്ന് പറഞ്ഞതും ആരാ ആ സീനിയർ പയ്യനാണോ എന്ന് ചോദിക്കും. അല്ലല്ല, എന്റെ ക്ലാസ്മേറ്റ് ടിങ് ടിങ് ആണെന്ന് പറഞ്ഞതും ശരി നോക്കി പോയിട്ട് വാ, ആരാണെങ്കിലും ഡ്രിങ്ക് മാത്രം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുവാണ്. കട്ട് ചെയ്താല് ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞു. ഞാൻ കാരണമാണ് ബോസിന് ഇത്രയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി എന്റെ ഫീലിങ്സിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാനേ പോകുന്നില്ല. ഞാൻ ലോയർ ആകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ ആ പണി മാത്രം നോക്കണമെന്ന് പറയും. കറക്റ്റ് ഡി കറക്റ്റ്, നീയും ഒരു ലോയർ ആയിട്ട് മാറും, അതിലെന്ത് സംശയം എന്ന പോലെ ഫ്രണ്ടും എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇവളുടെ ഫ്രണ്ട് ഒരു പുതിയ വീട് എടുക്കുന്നുണ്ട്. കൂടാതെ ഇവളുടെ ഫ്രണ്ട് ഇപ്പോ പ്രഗ്നന്റ് ആയിരിക്കുവാണ്. ഇവളുടെ ബോയ് ഫ്രണ്ടിന് ഇവൾക്കും കല്യാണം ഇതുവരെ ആയിട്ടില്ല, എന്നാലും സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതും ഹീറോയിൻ ഇത് കേട്ട് ഭയങ്കര സന്തോഷം. പക്ഷെ ഈ ഫ്രണ്ട് പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. അതേസമയം ഇവിടെ നമ്മുടെ ചെങ്ഷി ഹീറോയിനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. വളരെ താങ്ക് യു ക്യുൻഹെ, നിങ്ങൾ എന്റെ അനിയത്തിയെ രക്ഷിച്ചിരിക്കുകയാണ്. അവള് നടന്നതെല്ലാം എന്നോട് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ പാതി വെച്ച് ഞാൻ ഗസ് ചെയ്തെന്ന് പറയും. ഹേയ് അങ്ങനെയൊന്നുമില്ല, വരൂ വരൂ ഇരിക്കൂ, ഇത് ബോസായി എന്റെ ഒരു കടമ മാത്രമാണെന്ന് പറഞ്ഞതും അങ്ങനെയല്ല ബോസ്, നിങ്ങൾ വളരെ വളരെ വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഫ്യൂച്ചറിൽ നിങ്ങൾ എത്ര വലിയ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാലും ഞാൻ അതിനെ ഞോ പറയത്തേയില്ല എന്ന് അവൾ പറയും. സോ ഇപ്പോൾ ചെങ്ഷിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് ഹീറോ വരുമ്പോ ജുന്നുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കമ്പനിക്ക് മേലെ വന്ന കേസ് ഞാൻ നിനക്ക് വേണ്ടി സോൾവ് ചെയ്ത് തന്നാല് നീ എന്നോട് പോലും പറയാതെ ചെങ്ഷിയെ തനിയെ ചെന്ന് മീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? എന്താടാ നിനക്ക് എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം? ഞാനൊന്ന് പിണങ്ങിപ്പോയതിനാണോ നീ ഈ റിവെഞ്ച് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതിനിപ്പോ നിനക്കെന്താടാ എന്ന പോലെ ഹീറോ ചോദിച്ചാല് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം, അങ്ങനെയാണെങ്കിൽ എനിക്കും അവളോട് സംസാരിക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുവാണ്. ഇവനെ കൊണ്ടെന്ന് പറഞ്ഞ് ഹീറോ പോകാനായിട്ട് തുടങ്ങിയതും ഓഹോ അങ്ങനെയാണല്ലേ, എന്നാ ഞാൻ മിസ്റ്റർ വാങ്ങിനെ കോൾ ചെയ്ത് സാർ നിങ്ങളുടെ കേസ് ഞങ്ങളുടെ ഓഫീസ് തിരികെ എടുക്കാൻ പോകുവാണെന്ന് പറയട്ടെ. ഒരു എംപ്ലോയി കാരണം കമ്പനിക്ക് വരേണ്ട വലിയ ഓഫർ പോയല്ലോ എന്നൊക്കെ പറഞ്ഞതും ചെങ്ഷിയെ പറ്റി സംസാരിക്കുമ്പോൾ നീ എന്തിനാ യുവിനെ എടുത്തിടുന്നേ? അവളെ ഈ വിഷയത്തിൽ ബ്ലെയിം ചെയ്യണ്ട. ആ വങ് അവളോട് അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കി അവസാനം എന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിയെന്ന് പറഞ്ഞതും സത്യമാണോടാ നീ പറയുന്നതെന്ന് ജുൻ ആശ്ചര്യത്തോട് ചോദിക്കുവാണ്. ആഹാ, അവൻ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് നമ്മുടെ ഓഫീസിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും. നോക്കിക്കോ, ഞാൻ അവന്റെ മേലെ കേസ് ഇടാൻ പോകുവാണെന്ന് പറഞ്ഞ് ടെൻഷനായതും വിടടാ, അത് വിട്ടേക്ക്. ചുമ്മാ പിന്നെയും അത് യോയുവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നാല് അവൾക്ക് വിഷമാകും. ഇനി അയാളെ കുറിച്ച് നീ പറയരുതെന്ന് ചോദിച്ചാല് ഇല്ല ബ്രോ, ഞാൻ ഇനി അയാളെ കുറിച്ച് അവളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കത്തില്ലെന്ന് അവൻ ഉറപ്പ് കൊടുക്കുവാണ്. സോ ഇവര് പോകാനായിട്ട് തുടങ്ങുമ്പോ എടാ ചെങ്ഷിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉള്ളത് പോലെ തോന്നുന്നുണ്ട്, എന്താണെന്ന് അറിയില്ലെന്ന് ഹീറോ അവനോട് പറയാണ്. അങ്ങനെയാണെങ്കിൽ നീ എന്നെയും ഫൈറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാമോടാ എന്ന് ചോദിക്കുവാണ്. ഫൈറ്റ് ചെയ്യാനോ? എന്തിനാടാ? അതേടാ, ചിങ്ഷി ഏതവനെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് വന്നാലോ? പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കണ്ടേ, അതിനു വേണ്ടിയാണെന്ന് അവൻ പറയാണ്. അതേസമയം ഇവിടെ ചെങ്ഷിയാണ് കാണിക്കുന്നത്. വീട്ടിലേക്ക് തിരികെ വരുമ്പോ ഇന്നും ഡോങ്മിൻ അവളെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവനെ കണ്ടതും അവള് തിരികെ നടക്കാനായിട്ട് തുടങ്ങിയാല് അവൻ ഓടി വന്ന് അവളെ പിടിച്ചു നിർത്തി എന്തിനാ ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്നേ? ഓ സീക്രട്ട് ഡേറ്റിനൊക്കെ പോയിട്ട് വന്നിരിക്കുവായിരിക്കും അല്ലെ? ഇത് നോക്ക് ചെങ്ഷി, നിന്നോട് ഞാൻ എത്ര തവണ പറയണം, ഇപ്പൊ എന്റെ മനസ്സിൽ നീയാണുള്ളത്, അതുകൊണ്ടാണ് നിന്റെ മേലെ എനിക്ക് ഇത്ര സ്നേഹം. പക്ഷെ നീയോ വേറൊരുത്തനുമായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുവല്ലേ എന്ന് ചോദിച്ചാല് ഇവൾക്ക് ഇത് കേട്ട് ദേഷ്യം വരും. ഡോങ്മിൻ, നിനക്കറിയില്ലേ ഞാനിപ്പോ ഒരു സിംഗിൾ ആണ്, ആരെ വേണമെങ്കിലും ഡേറ്റ് ചെയ്യാം, ഡേറ്റ് ചെയ്യാനാണ് പോകുന്നതെന്ന് പറഞ്ഞ് അവള് തിരിഞ്ഞു നടന്നതും ഇവൻ വിടുന്ന ലക്ഷണമില്ല. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ? നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്ന് പിന്നെയും ആദ്യം മുതലേ തുടങ്ങുവാണ്. ഇങ്ങനെ വിട്ടാല് ശരിയാവില്ലെന്ന് പറഞ്ഞ് ഇവളും ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ അറിയാതെ ഒരു പെണ്ണെന്ന് പറഞ്ഞാല് ഒരു നല്ല വൈഫായിരിക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. നീ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയതാണ്, എന്നിട്ടെന്തോ ഇപ്പൊ കോളേജ് കഴിഞ്ഞിറങ്ങിയ പോലെ കളറായിട്ട് മേക്കപ്പ് ഇട്ട് ഡ്രസ്സ് ചെയ്ത് അവള് ഡേറ്റിങ്ങിന് ഇറങ്ങിയിരിക്കാന്ന് പറഞ്ഞു വന്നതും
ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഡോങ്മിൻ ചുമ്മാ വളവളാന്ന് സംസാരിക്കാതെ പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് അവള് ഡയൽ ചെയ്യാനായിട്ട് വന്നതും ഇവൻ പേടിച്ച് തട്ടിപ്പറിച്ച് വാങ്ങിയെടുത്ത്, നോക്ക് ചെങ്ഷി, ഒരു ദിവസം നീ എന്റെ മുമ്പിൽ വന്ന് കെഞ്ചി കരയുന്ന ഒരു ഡേ വരും. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞതും നീ ഇപ്പോ പോകുന്നുണ്ടോ ഇല്ലയോ അടിച്ചിറക്കണോ എന്ന പോലെ ചെങ്ഷിയും അവനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഓഫീസിലാണ് കാണിക്കുന്നത്. ഹീറോ ബൂവിന് ഒരു പുതിയ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ് പുള്ളിക്കാരൻ ഇപ്പൊ ഉള്ളത്. ബോസ് എനിക്ക് വേണ്ടി നോക്കിയും കണ്ട് ഒരു കേസ് തന്നിരിക്കുവാണ്. എന്തോ വലിയ കേസാണെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞ് തുറന്നു നോക്കിയാല് ഏതോ ഒരു ചെറിയ കേസായിരിക്കും. പക്ഷെ ഈ കേസ് നമ്മുടെ ഹീറോയിൻ മുന്നേ ഒരിടത്ത് വർക്ക് ചെയ്തിരുന്നില്ലേ? തുടക്കത്തിലെ ഇവള് മുഖത്ത് തുപ്പിയിട്ടൊക്കെ ഇറങ്ങി വന്നില്ലേ? അവരാണ് ഇതിന്റെ ഓപ്പണന്റ് ലോയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പറഞ്ഞാണ് ബൂവിന് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോയിനും അവരിപ്പോഴും എന്റെ മേലെ എന്ത് കെയറിങ്ങാ ചെയ്യുന്നേ, ബോസ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞ് ഇവൾക്ക് ഭയങ്കര റെസ്പെക്ട് ഒക്കെ അവന്റെ മേലെ തോന്നുന്നുണ്ട്. കട്ട് ചെയ്താല് ഇപ്പൊ ബൂവും ഹീറോയിനും ചേർന്ന് ആ കേസിന്റെ ഡീറ്റെയിൽസ് മുഴുക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ആ കേസ് കോർട്ടിൽ വാദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ കറക്റ്റായി ഹീറോയിന്റെ മുന്നത്തെ ബോസ് നിൽക്കുന്നുണ്ട്. എന്ത് നീയോ എന്ന് ചോദിച്ചാല് അതെ ബോസ്, എന്തായിരുന്നാലും നിങ്ങളല്ലേ എന്റെ ആദ്യത്തെ ടീച്ചർ, താങ്ക് യു ബോസ് എന്ന് പറഞ്ഞിട്ട് വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് ഇവിടെ സംസാരിക്കുന്നത്. പക്ഷെ ഈ ആള് യുയു നീ എന്തോ ലെക്കിലാണ് ജിൻഹയിൽ വന്ന് കയറിയതെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് ഈ കേസ് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും നിനക്കില്ല മോളെ എന്ന് പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞിട്ട് പോയവര് കോർട്ടിൽ വന്നിരുന്നതും വേർക്കാനായിട്ട് തുടങ്ങി. കാരണം കേസ് നമ്മുടെ ഭാഗത്താണുള്ളത്. ബൂം ഹീറോയിനും ചിരിച്ചുകൊണ്ടേ നോക്കിയിരിക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ പതറി ഇല്ലാത്ത പ്രൂഫ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവസാനം നമ്മുടെ ഹീറോയിനാണ് ജയിക്കുന്നത്. ഹീറോയിന്റെ ക്ലയന്റ് അവൾക്ക് താങ്ക് യു പറഞ്ഞിട്ട് പോയാല് ഇയാളുടെ ക്ലയന്റ് താൻ പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ പുറത്തേക്ക് വന്നതും ബൂ ഓടിച്ചെന്ന്, സാർ സത്യമായിട്ട് നിങ്ങളെ കണ്ട് അഡ്മയറായി. പറയാമോ സാർ, എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ ഈസി ആയിട്ട് കേസുകളൊക്കെ തോറ്റു കൊടുക്കുന്നേ എന്ന് ചോദിച്ച് നല്ല രീതിയിൽ കളിയാക്കി വിടുന്നുണ്ട്. ഇൻസൾട്ട് ആയ അയാളും ദേഷ്യപ്പെട്ടു പോകുവാണ്. ദെൻ ഇപ്പോ തിരികെ അവർ വന്നുകൊണ്ടിരിക്കുമ്പോ ഹീറോയിൻ ബോസിന് എന്തായാലും താങ്ക് യു പറയണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ അവൾക്ക് കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുവാണ്. താങ്ക് യു സാർ, ഇതിന് ഞാൻ തീർച്ചയായിട്ടും ട്രീറ്റ് തരാം. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ സീ ഫുഡ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. കൂടെ ഞാൻ ഹാർഡ് വർക്കും ചെയ്യുമെന്ന് പറഞ്ഞ് കുറച്ചു കഴിഞ്ഞ് ഹീറോയുടെ അടുത്ത് നിന്ന് വോയിസ് മെസ്സേജ് വരുന്നുണ്ട്. ട്രീറ്റും ഒരു മണ്ണാങ്കട്ടയും വേണ്ട, നീ വേഗം വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് ഇവൾ ഓടി വന്ന് നോക്കിയാല് വീട്ടിൽ അവളുടെ അമ്മ വന്നിട്ടുണ്ട്. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യം മറന്നുപോയി. അമ്മയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് ഉള്ളത്. ഞാൻ എന്റെ മോള് തനിച്ചായിരിക്കും, അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കുക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് വന്നത്. അപ്പോതാ നീ ഇവന്റെ കൂടെയാണ് ഉള്ളത്. നിന്റെ അച്ഛൻ കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചോദിച്ചതും ആന്റി നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ അവളുടെ ബോസ് ആണെന്ന് ഹീറോ പറയാണ്. ബോസ് ആയാലും ആരായാലും ബോയ് ഫ്രണ്ട് തന്നെയല്ലേ, യുയു നിനക്ക് ബോധമില്ലേ എന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞാല് അമ്മ സത്യമായും ഇവരെന്റെ ബോസ് ആണ്. ഞാൻ ഈ വീട്ടിലേക്ക് റെന്റിന് വന്നപ്പോ ഇവരും കൂടെ വന്നിരുന്നു. ഓണർ അറിയാതെ രണ്ടുപേർക്കും കൊടുത്തുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയാണ്. അപ്പോഴും അമ്മ വിശ്വസിക്കില്ല. എന്തായാലും ഇവൻ നിന്റെ അടുത്ത് അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കിയാലോ, ആരെയും പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് തുടങ്ങുവാണ്. ഇത് കേട്ട് നിന്നിടത്തോളം കേട്ട് നിന്നിട്ട് ഹീറോയിൻ പെട്ടെന്ന് ഹീറോയുടെ കയ്യിലേക്ക് പിടിച്ച് അമ്മ പറഞ്ഞത് ശരിയാണ്, ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. ഇത് കേട്ട് ഹീറോ ഷോക്കായിട്ട് നോക്കുന്നുണ്ട്. അത് തന്നെ ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞതല്ലേ, നീ ആയിട്ട് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാല് അമ്മ ക്യാഷ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് രണ്ടുപേരും ഒരേ വീട്ടിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ രണ്ടുപേർക്കും സെപ്പറേറ്റ് റൂമാണുള്ളത്. വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്ന് പറയും. ഇത് കേട്ടതും അമ്മ ഞാൻ കണ്ടാലേ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് ഓരോ റൂമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊക്കെ കണ്ട് ഹീറോയ്ക്ക് ടെൻഷനായി വരുന്നുണ്ട്. ബോസ് പ്ലീസ് ബോസ്, കുറച്ചു നേരത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എന്റെ അമ്മ പോകില്ലെന്ന് പറയാണ്. അപ്പൊ അമ്മ തിരികെ വന്ന് ഹീറോയെ നോക്കി, ശരി നീ എന്ത് ജോലിയാ ചെയ്യുന്നേ മോനെ എന്ന് ചോദിച്ചാല് ഹീറോ പറയാൻ വരുന്നതിനുള്ളില് ഹീറോയിൻ അവരൊന്നും ചെയ്യുന്നില്ല, ഞാനാണ് ജോലിക്ക് പോകുന്നേ, ഇവര് വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുമെന്ന് പറയും. പാവം ഇവള് പറയുന്ന തള്ളില് ഹീറോയ്ക്കാണ് ഭയങ്കര ഇൻസൾട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. കൂടെ അമ്മ ഇവരുടെ മുഖം കണ്ടാല് സ്റ്റുപ്പിഡിനെ പോലെ തോന്നും, മനസ്സുകൊണ്ട് വളരെ നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞതും ഹീറോയ്ക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. അമ്മ അവളെ പിടിച്ചു വലിച്ച് എന്താടി നീ പറയുന്നേ, അപ്പോ അവന് വേലയും കൂലിയും ഒന്നും ഇല്ലെന്ന് ചോദിച്ചാല് അമ്മ അവരെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് ജോലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അവര് ജോലിക്ക് പോകുന്നതെന്ന് ചോദിക്കും. അമ്മയ്ക്ക് ഹീറോയെ തീരെ ഇഷ്ടമായിട്ടില്ല. ഇത് നോക്ക്, എന്റെ മോളെ നീ വേദനിപ്പിക്കുന്നുണ്ടെന്നോ കഷ്ടപ്പെടുത്തുന്നുണ്ടെന്നോ എന്നറിഞ്ഞാല് അവളുടെ അച്ഛൻ സെക്കൻഡ്സിൽ ഇവിടെ എത്തും, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പോകുവാണ്. ഹീറോയിൻ വേഗം അമ്മയെ ബസ് കയറ്റി വിട്ടിട്ട് തിരികെ വരുമ്പോ ഹീറോ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്.
ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചാല് ഇല്ല ബോസ്, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. ഇത് പറഞ്ഞാലേ പോകൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് പറയും. ശരി, എന്തിനാ എന്നെ വേലയും കൂലിയും ഇല്ലാത്തവനാക്കിയതെന്ന് ചോദിച്ചാല് നിങ്ങൾ റിച്ച് ആണെന്ന് പറഞ്ഞാല് അമ്മ നിങ്ങളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലിയില്ലെന്ന് പറഞ്ഞത്. അപ്പോ ബ്രേക്കപ്പ് ചെയ്യാൻ മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കൂ. ഇത് കേട്ടതും ഇവൻ ടെൻഷനായിട്ട് എഴുന്നേറ്റ് പോകും. ബോസ് പ്ലീസ്, വേണമെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ അമ്മ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ ഫോഴ്സ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യാമെന്ന് പറയാണ്. ഇത് കേട്ട് ഹീറോ, ഗേൾ ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യാമെന്നോ? യുയു, നീ എന്തൊക്കെയാ പറയുന്നേ? നിന്റെ മൊത്തം സെൻസ് അടിച്ചു പോയോ? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവൻ ഡോർ ക്ലോസ് ചെയ്യുവാണ്. ഇപ്പോ ഇവൾക്കൊന്നും പറയാനില്ല, അവളും തിരികെ പോകുന്നുണ്ട്. ദെൻ ഇപ്പോ നെക്സ്റ്റ് ഡേ ഓഫീസിലാണ് കാണിക്കുന്നത്. ബോസ്, ഇന്നലെ നടന്നതിന് പ്രോപ്പർ ആയിട്ട് എനിക്ക് സോറി പറയണമെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചെന്ന് കഴിക്കാൻ പോകാം. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിളൊക്കെ. ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം, എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട് അവൾ മെസ്സേജ് അയച്ച് അവന് കാത്തിരിക്കുവാണ്. പക്ഷെ ഹീറോ ഇന്ന് ഓഫീസിലേക്ക് വന്നിട്ടേ ഇല്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ടിങ് ടിങ് കോൾ ചെയ്ത് കരഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ ഇത് കേട്ട് നീ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ട് അവളെ കാണാനായിട്ട് ഓടുവാണ്. ഇവിടെ ഹീറോ അതേസമയം ഒരു ക്ലയന്റിന്റെ കൂടെയാണ് ഉള്ളത്. ഈ കേസ് നടത്താൻ പോകുവാണ്. സോ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഹീറോന്റെ അടുത്ത് നിന്ന് വന്ന മെസ്സേജ് കണ്ട്, സോറി മിസ്റ്റർ, നൈറ്റ് എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വേഗം പോകണം, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ഇറങ്ങുവാണ്. ഇവിടെ ഹീറോയിനും ടിങ് ടിങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോ അവള് വളരെ ദേഷ്യത്തിൽ കരഞ്ഞിട്ടേ, എനിക്കിനി പറ്റില്ലടി, എനിക്ക് ഇപ്പോ തന്നെ അയാളെ ഡിവോഴ്സ് ചെയ്തേ പറ്റൂ. നിനക്ക് തന്നെ അറിയാലോ, ഞങ്ങളുടെ കല്യാണ ഫംഗ്ഷന് പോലും ആരെയും വിളിച്ചില്ല. ശരി, ഈ പുതിയ വീട് വാങ്ങിയല്ലോ, ഇതിനെങ്കിലും എല്ലാവരെയും വിളിക്കുമെന്ന് നോക്കിയാൽ ഇതിനും വിളിക്കുന്നില്ല. ഇന്നലെ എന്നോട് പറയാണ് ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഒന്നും ആരെയും വിളിക്കുന്നില്ല പോലും. ഇത് കേട്ട് താങ്ങാൻ പറ്റാതെ ഞാൻ അവനോട് ആർഗ്യൂ ചെയ്താല് അവൻ പറയുവാണ് ഞാനിപ്പോ അവന് കഷ്ടങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന്. ഞാൻ ജോലിക്ക് പോകാത്തത് കൊണ്ട് എല്ലാ ചെലവുകളും അവനാണ് നോക്കുന്നത്. ഇപ്പൊ അവന് ഈ കുഞ്ഞിനെയും വേണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഇവള് വളരെ ഇമോഷണൽ ആയിട്ട് കരയാൻ തുടങ്ങുവാണ്. വിഷമിക്കാതെ, അവൻ എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും. നിന്റെ വയറ്റിൽ ഇപ്പൊ കുട്ടിയുണ്ട്, നീ ഇപ്പോ ഇങ്ങനെ ഇമോഷണൽ ആകാൻ പാടില്ലെന്ന് പറഞ്ഞ് ഹീറോയിനും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ഹീറോയെ കാണിച്ചാല് അവള് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുവാണെന്ന് പറഞ്ഞില്ലേ, ആ റെസ്റ്റോറന്റിൽ വേണ്ടി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പോ വരും എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലാതെ ഹീറോയിൻ വരുന്നത് കാണുന്നില്ല. ടൈം പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. ലാസ്റ്റ് എല്ലാവരും പോയി, ഇവൻ മാത്രമേ ഉള്ളൂ. കുറെ വെയിറ്റ് ചെയ്ത് മടുത്തു പോയ ഇവനും പാവം വേറെ വഴിയില്ലാതെ തനിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. മറ്റൊരു പാർട്ടുമായിട്ട് വേഗം തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.